നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്താ പറയുക, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാട്ടോ. ഒന്നല്ല, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അതിൽ പ്രധാനം നമുക്ക് വെളിച്ചെണ്ണയേക്കാൾ കുറവാണ് വില നെയ്യിന് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ സത്യത്തില് ഇത് രംഗോലി സൂപ്പർ മാർക്കറ്റ് പറയും. അതായത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് തിരുവായൂർ സെന്ററിൽ നിന്നൊരു 50 മീറ്റർ മുകളിലെ കയറ്റത്തിലായിട്ടാണ്, പാലക്കാട് റൂട്ടിൽ കയറ്റത്തിലായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പൊ ഇവിടെ ഓൺ പ്രൊഡക്റ്റുകളാണ് കുറേ ഉണ്ട് കേട്ടോ. അതായത് പൊടികൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം. ഇതിപ്പോ നെയ്യാണ്. ഈ നെയ്യ് തന്നെ ശരിക്കും 3-4 ഐറ്റങ്ങളുണ്ട്. നെയ്യ് ഇത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ നെയ്യ് എന്ന് പറയുന്നു, നമ്മൾ പോയി വാങ്ങിക്കണു. ശരിക്കും വിളക്ക് കൊളുത്താനൊക്കെ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ നെയ്യ്, അടിപൊളി നെയ്യ് ഇവിടെ ഇവരുടെ പ്രൊഡക്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഓണർ ഗോപേട്ടൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ, കാര്യങ്ങൾ. ഇപ്പോ നമ്മൾ മുമ്പൊക്കെ നറുനെയ്യ് നമ്മള് സത്യം പറഞ്ഞാൽ ഈ ബാലാരിഷ്ടങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അത് ഇപ്പൊ സത്യം പറഞ്ഞാൽ നെയ്യോന്ന് എല്ലാ നെയ്യോർന്ന് കുട്ടികൾക്ക് കൊടുക്കും, അങ്ങനെയല്ല ശരിക്കും. അപ്പൊ ആ നെയ്യും ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഗോപേട്ടനോട് ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഈ സാധനം പ്രൊഡക്റ്റ് വേണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പൊ വേണ്ട ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ. ഓക്കെ, നമസ്കാരം. ഞാൻ ഗോപകുമാർ. ശ്രീഭദ്ര ഗ്രൂപ്പിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് രംഗോലി സൂപ്പർ മാർക്കറ്റ്. ഇന്ന് ഞങ്ങൾ ആക്ച്വലി പരിചയപ്പെടുത്തുന്നത് 2-3 വെറൈറ്റി ആയിട്ടുള്ള നെയ്യുകളെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നറുനെയ്യ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നറുനെയ്യ് എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അല്ലെങ്കിൽ നല്ല നെയ്യ് എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ തന്നെ നമുക്ക് നറുനെയ്യിന്റെ പ്രോസസ്സ് വേർതിരിച്ചാലാണ് അത് നറുനെയ്യ് കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഏകദേശം 110 ഡിഗ്രി മുതൽ 140 ഡിഗ്രി വരെ ചൂടിലാണ് നറുനെയ്യിന്റെ പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. പല ആളുകളുടെയും ധാരണ നറുനെയ്യ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത്ര ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേയാണ് നറുനെയ്യിന്റെ പ്രോസസ്സ് ഉള്ളൂ. നറുനെയ്യിന്റെ ക്വാളിറ്റിയും നിത്യജീവിതത്തില് രാവിലെ ഒരു സ്പൂൺ നറുനെയ്യ് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചു പോകുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൈജഷൻ പ്രോസസ്സ്. കാരണം ദഹനരസം നമുക്ക് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെയ്യിൽ നിന്നാണ്. അതുപോലെ നല്ലൊരു ബ്രെയിൻ സ്റ്റിമുലേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ സാരസ്വതകൃതം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അമ്പലങ്ങളിലൊക്കെ ജപിച്ച നെയ്യ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഇന്ന് കേരളത്തില് നറുനെയ്യ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ വളരെ വിരളമായി. കാരണം അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് കൊണ്ടാണ് ആ നറുനെയ്യിന്റെ കാറ്റഗറി ആളുകൾ വളരെ കുറവാക്കി മാറ്റിയത്. ഒരുപാട് ഔഷധശാലകളിലേക്കും ഒരുപാട് അമ്പലങ്ങളിലേക്കൊക്കെ നറുനെയ്യ് കാറ്റഗറി ആയിട്ട് നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തില് നിത്യവും ഈവൻ ഭക്ഷണം, ഒരു സദ്യക്ക് മുമ്പ് പോലും നമ്മൾ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം എന്താണ്? നെയ്യും പരിപ്പും. അതേപോലെ അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുടെ ഭാഗമായിട്ടാണ് നറുനെയ്യ് ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു പ്രാക്ടീസ് ആക്കും. എല്ലാ നറുനെയ്യ് കുറച്ച് വില കൂടുതലുള്ളത് കൊണ്ട് തന്നെ 200-ന്റെയും 400 ml ഒക്കെ ബോട്ടിലുകളിലാണ്. വലിയ ക്വാണ്ടിറ്റി നറുനെയ്യ് നമ്മൾ എടുക്കുന്നില്ല. ബോട്ടിലാക്കി വെക്കുന്നില്ല. എഗെയിൻസ്റ്റ് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ലിറ്റർ കണക്കിന് തന്നെ നറുനെയ്യ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടേക്ക് നറുനെയ്യിന്റെ ഇത് കേട്ടറിഞ്ഞ് ആളുകൾ ഓർഡറാക്കി തരുന്നുമുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു ഐറ്റം ഇതാണ്. ശരിക്കും പ്രീമിയം ഗ്രേഡ് നെയ്യുകളാണ്, ഫുഡ് ഗ്രേഡ് നെയ്യുകളാണ്. സത്യത്തിൽ എല്ലാ നെയ്യും ഫുഡ് ഗ്രേഡ് ആണ്. പക്ഷെ ഒന്നുകൂടി നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള, നല്ല മണമുള്ള, നല്ല തരിയുള്ള നെയ്യുകൾ നമ്മളിപ്പോ അടുത്ത കാലത്തൊക്കെ ഒരുപാട് പരസ്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നല്ല നെയ്യിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ശരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ആ തരിയുടെ കണ്ടന്റ് നമുക്ക് ഇതിൽ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഗ്രേഡ് നെയ്യുകളാണ് നമ്മുടെ സാധാരണ മാർക്കറ്റിൽ ലഭ്യമായ അതേ കമ്പനികളുടെ ഏകദേശം ആ റേറ്റിൽ തന്നെയാണ് പ്രീമിയം ഗ്രേഡ് നെയ്യുകളും നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളത് ദേവർ എന്നുള്ള ഒരു ബ്രാൻഡിലാണ് ഈ നെയ്യ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ക്ഷേത്ര ആവശ്യങ്ങൾക്ക്, നെയ്യുകളൊക്കെ മറ്റുള്ള പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാറ്റ് കണ്ടന്റ് കുറച്ച് നമുക്ക് വില കുറവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് വെളിച്ചെണ്ണയെക്കാട്ടിലും വില കുറവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല ഇനം നെയ്യാണ്. ഫുഡ് ഗ്രേഡ് നെയ്യുകൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പല നെയ്യുകളും നമുക്ക് ഈ ഒരു നിലവാരത്തിലുള്ള നെയ്യുകളാണ് കൂടുതലായിട്ടും ലഭിക്കുന്നത്. നമ്മൾ പ്രോസസ്സിങ്ങിൽ 3 ഗ്രേഡായിട്ട് തന്നെയാണ് ഈ നെയ്യുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വില കൂടുതലുള്ള നെയ്യുകളും ഉണ്ട്, വില കുറവുള്ള നെയ്യുകളും ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലാണ് 3 ഐറ്റം നെയ്യുകൾ. കൂടുതലും ക്ഷേത്രങ്ങളെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. നെയ്യുകളൊക്കെ മറ്റുള്ള ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത്ര പ്രീമിയം ഗ്രേഡ് നെയ്യുകൾ ഉപയോഗിക്കാതെ തന്നെ ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്.
വീട്ടാവശ്യത്തിനും ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ആളുകൾക്കൊക്കെ നല്ല നെയ്യായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് ഈ ടൈപ്പ്. അങ്ങനെ 3 തരം നെയ്യുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ മറയൂർ ശർക്കര, ഇപ്പൊ ജാഗരി പൗഡർ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. മറയൂർ ശർക്കര ക്ഷേത്രങ്ങൾക്ക് നെയ് പായസത്തിനായാലും അപ്പത്തിനായാലും നല്ല ക്വാളിറ്റിയുള്ള സൾഫർ കണ്ടന്റ് ഇല്ലാതെ ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒറിജിനൽ മറയൂർ ശർക്കര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് മറയൂർ ശർക്കര അന്താരാഷ്ട്ര തലത്തിൽ GI ടാഗിങ് വരെ കിട്ടിയിട്ടുള്ളതാണ്. മറയൂർ ശർക്കര ജാഗരി ആയിട്ട് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഉണ്ട ശർക്കരയും നമുക്ക് ലഭ്യമാണ്. എഗെയിൻസ്റ്റ് ഓർഡറിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ക്ഷേത്രാവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കും ഞങ്ങളുടെ സ്വന്തം മില്ലിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന റോയൽ ടേസ്റ്റ് എന്നുള്ള ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണയാണുള്ളത്. ഞങ്ങള് സംഭരിക്കുന്ന കൊപ്ര ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇവിടെ വെളിച്ചെണ്ണ കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു കൊപ്രയും ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങളുടെ ഓയിൽ മില്ല് അത്രയും ഏത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമർക്കൊക്കെ വന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ശുദ്ധമായ വെളിച്ചെണ്ണയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ കാറ്റഗറികളെല്ലാം നമുക്ക് വീട്ടാവശ്യങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.